നിന്റെ ജീവനെ അപായപ്പെടുത്താനായിട്ട് ശത്രു ഒരുക്കിയ കഴുകുമരത്തിന് മുമ്പിലൂടെ രാജവസ്ത്രം ധരിച്ച് രാജവീതിയിലൂടെ നടക്കുന്നത് ആത്മാവിലൊന്ന് കണ്ടേ. മോണിമനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില മരണക്കുരുക്കൾ ഇന്നത്തെ മെസ്സേജിലൂടെ അഴിയുന്നതായിട്ട് ഈ പ്രാരംഭ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു കേട്ടോ. ചില മരണക്കുരുക്കുകൾ. എന്നിത് പറയുമ്പോൾ തന്നെ മരണം 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 അങ്ങനെയുള്ള ചിന്തകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ട് ഇതിനകത്തെ പ്രവചന ശബ്ദം നിൻ്റെ ജീവനിലേക്ക്, പ്രാണനിലേക്ക് ഇറക്കണം. ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഈ മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ലൈഫിൽ സംഭവിക്കും. ചില മരണബന്ധനങ്ങൾ നിന്നെ വിട്ടടിഞ്ഞു പോകുന്നത് ആത്മമണ്ഡലത്തിൽ നീ കാണാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചേ, എസ്തേറിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോൾ ഹാമാൻ രാജവസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. ഒരു ടിസ്റ്റ് സംഭവിക്കും. ചില മരണബന്ധനങ്ങൾ അഴിയുക. ഈ ദൂത് ഒന്നുകൂടെ വായിച്ചു കേട്ടോ. ഹല്ലേലൂയ. ചേർത്ത് 5:14 വായിച്ചു. ആമേൻ. 50 മുഴം ഉയരമുള്ളൊരു കഴുകുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായി അതിന്മേ തൂക്കിക്കളയണം. നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുകുമരം ഉണ്ടാക്കിച്ചു. ആരുടെ ഒന്ന് വായിക്കണം. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയായി. അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു. ആമേൻ. 10-ാമത്തെ വാക്യം വായിക്കണം. രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിക്കലിരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയരുതെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിചാരിച്ചോ കഴുമരത്തെ നീ അങ്ങ് തൂങ്ങിപ്പോവെന്ന്? ആ പ്രശ്നത്തിനകത്ത് നിന്റെ ജീവൻ ചുമ്മാതാ. മരണക്കുരുക്കൾ അഴിയട്ടെ, മരണബന്ധനങ്ങൾ അഴിയട്ടെ, മരണബന്ധനങ്ങൾ അഴിയട്ടെ. നീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മരണബന്ധനം അഴിയുക. 3 പേരുടെ ഉറക്കം ഒരേ സമയം നഷ്ടപ്പെടുകയാണ്. ഒന്ന് ഹാമാൻ്റെ ഉറക്കമാണ്. അതെന്തിനാണെന്നറിയോ? കുരുക്കാൻ. കഴുകുമരം ഉണ്ടാക്കി നിന്നെ കുരുക്കാൻ. പക്ഷെ മൊർദെഖായി ഈ സമയത്ത് നീ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങരുത്. നീ ഉണർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നിന്നെ ചില പ്രത്യേക സമയങ്ങളിൽ ഉണർത്തിയിട്ടില്ലയോ കുഞ്ഞെ? രാത്രിയിലൊക്കെ നിന്നെ ദൈവം ഉണർത്തിയിട്ടില്ലയോ? ആ സമയത്ത് സീരിയസ് ആയിട്ട് നീ പ്രാർത്ഥിക്കാൻ എന്താ? സീരിയസ് ആയിട്ട് നീ പ്രാർത്ഥിക്കാനായിട്ടാണ് ദൈവം നിന്നെ ഉണർത്തുന്നത് കേട്ടോ. കാരണം നിൻ്റെ റൂമിനകത്ത് കർത്താവ് ഇറങ്ങി വന്ന് ഒരു സെൽഫ് ഡെലിവറൻസ് നിനക്ക് തരാനായിട്ടാണ്. നേരെ ഒരു ദൈവദാസനെ വിളിച്ച് ഫോണിലൂടെ പ്രാർത്ഥിച്ചല്ല നിനക്ക് വിടുതൽ. നിൻ്റെ റൂമിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി ചിലതിൻ്റെ ഉറക്കത്തെ കെടുത്താനായിട്ട് പോവാ. രാജാവിൻ്റെ ഉറക്കം കെട്ടു. ഉറക്കം കെട്ടാൽ എന്താ സംഭവം? ഈ ഉറങ്ങാത്ത ആൾക്കാരുണ്ട് കേട്ടോ. രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയപ്പോൾ രാജാവ് ഉറങ്ങുന്നില്ല. എന്നാൽ ശരി, പുസ്തകം കൊണ്ടുപോവാ. രാജാവ് ചെയ്ത വീരകൃത്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു വരുന്ന കൂട്ടത്തിലാണ് ബിഗ്ദാന തേരസ് എന്ന് പറയുന്ന 2 പേര് രാജാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. കൊന്നുകളഞ്ഞാൽ എന്താ? അധികാരം തെറ്റിയെടുക്കാം. ഇതാരും മനസ്സിലാക്കി? മൊർദെഖായി മനസ്സിലാക്കിയിട്ട് അഹശ്വേരോശ് രാജാവിന് അറിവ് കൊടുക്കുകയാണ്. പക്ഷേ കാര്യം സത്യമെന്ന് കണ്ടു. ബിഗ്ദാനയും തേരസിനെയും അവരെ അങ്ങ് കൊന്നുകളഞ്ഞു. പക്ഷെ ഇതിൻ്റെ ആ കാര്യം പറഞ്ഞു തന്ന മൊർദെഖായി ഒന്ന് മൈൻഡ് ചെയ്തതുപോലും ഇല്ല. എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് നാം പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ നട കൊടി പിടിക്കാനൊന്നും മൊർദെഖായി പോയില്ല. ദൈവം എന്നോട് പറഞ്ഞ് ഞാനത് പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. പക്ഷേ സ്വർഗത്തിന് അങ്ങനെ അവനെ വിടാൻ പദ്ധതിയില്ലായിരുന്നു. പലിശയും കൂട്ടുപലിശ സഹിതം അവൻ്റെ ജീവനെ അപായപ്പെടുത്താൻ ഒരാളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ സ്വർഗീയമായ ജീവനെ അവന് വേണ്ടി പകർന്നു കൊടുക്കണം ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അമ്മേ കേട്ടോ. കഴുമരം ഉണ്ടാക്കി അനുവാദം ചോദിക്കാൻ വന്ന് നിൽക്കുന്ന ഹാമാന് വാതുറക്കാൻ കഴിയുന്നതിന് മുമ്പ് രാജാവ് പറയും. ടിസ്റ്റ് സംഭവിക്കും അവിടെ. രാജാവ് ബഹുമാനിക്കുക പുരുഷൻ എന്നാ ചെയ്യും? എന്നെ അല്ലാതെ ഇത്ര ബഹുമാനിക്കുന്ന ആരാ? കണ്ടില്ലയോ ആ എസ്തേർ? കണ്ടില്ലയോ? വേറെ ആരും വിളിച്ചില്ല. എന്നെ അല്ല രാജാവ് ഇത്ര ബഹുമാനിക്കുന്ന ആരെയാ? ഇനി ആ രാജവസ്ത്രമുള്ളൂ ഞാൻ ധരിക്കാത്ത. ആമേൻ. കുതിരപ്പുറത്ത് ഞാനൊന്ന് കയറിയിട്ടില്ല, ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. VVIPസിൻ്റെ ഒരു പരിഗണന കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചോദിച്ചേക്കാം.
എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഉടനെ രാജാവ് പറയുകയാണ്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞ പോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കലിരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെ ചെയ്യുക. നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയല്ലേ, കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ ടിസ്റ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിടുതൽ ദൈവം അയക്കുന്നു, വിശ്വസിക്കാമോ? മരണക്കെണിക്കകത്ത് അയച്ച് മരണക്കെണിക്കകത്തോട്ട് നിന്നെ തള്ളിവിട്ട് നിന്റെ ജീവനെ എടുത്തു കളയാൻ നിൽക്കുന്ന ചില വ്യക്തികളുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ തന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിച്ച് കാണിക്കാൻ പോവാ. കുഞ്ഞേ, പ്രതികാരം എനിക്കുള്ള ഞാൻ പകരം ചെയ്യുന്ന ദൈവം പറയുന്നത്. ദൈവകോപത്തിന് ഇടം കൊടുപ്പാനാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ നീ? നിന്റെ വിഷയം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. നിന്റെ വിഷയം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. നിന്റെ പ്രശ്നത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവത്തോടു കൂടി സ്വർഗം അത് കൈകാര്യം ചെയ്യാൻ പോവുക. വിശ്വസിക്കാമോ? ഇതോട് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ ആഴമായിട്ടാണ് ഇന്നത്തെ മെസ്സേജ് നിൻ്റെ ജനത്തിന് കൊടുത്തത്. ആമേൻ. ഒരുക്കി വെച്ച കഴുകുമരത്തിൻ്റെ മുമ്പിലൂടെ രാജവസ്ത്രം ധരിച്ച് രാജവീതിയിലൂടെ നടക്കാൻ മൊർദെഖായിക്ക് ഭാഗ്യം ചെന്നത് അവൻ യഹൂദനായതുകൊണ്ടാണല്ലോ. യെസ്, ഒരു ദൈവപൈതലിന് നേരെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളെ കൊണ്ടിട്ട് ദൈവം വെറുതെ ഇരിക്കത്തില്ലെന്നുള്ള തെളിവാണല്ലോ ഇത്. ദൈവം വെറുതെ ഇരിക്കത്തില്ലെന്നുള്ള തെളിവാണല്ലോ ഇത്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവൻ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.